അതെ അതെ അതെ, എനിക്ക് ഞാൻ പറഞ്ഞാ കേൾക്കുന്ന എന്നെ അനുസരണയുള്ള ഒരു പട്ടി തന്നെ വേണം. ശശി സ്റ്റേ. താനൊരു കാര്യം ചെയ്യ്, അങ്ങനെ ഒരു പട്ടീനെ കിട്ടുമ്പോ എന്നെ വിളിക്ക്. ഓക്കെ ശരി. ശശി പെറ്റ് വേണോ ശശി? അതിന് നീ പെറ്റ് തരുവോ അമ്മണി? പെറ്റ് അതിന് വേണോന്ന്? അമ്മണി ഞാൻ എന്റെ ഒരു വീക്ഷണ കോണിൽ നിന്ന് നോക്കുവാണെങ്കിൽ എന്തിന്ന് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിലേ നമുക്ക് എന്തുകൊണ്ടും ചേരുന്നത് ഒരു കൊച്ചിൻ ഷിപ്പ്യാർഡ് അല്ലൂടി. ജർമ്മൻ ഷെപ്പേർഡ് എന്നാണോ കാവ്യ ഉദ്ദേശിച്ച്? ഇപ്പൊ അങ്ങനെ മാറ്റിയോ? അങ്ങനെയാണ്. ശശി കമ്മല്ല അമ്മണി. അമ്മണി കമ്മ കണ്ണ് കാണുന്നില്ലടി. ഞാൻ ഇതൊന്ന് ഊരി വെച്ചോട്ടെ കുറച്ചു നേരം. ആകെ അത് വെക്കുമ്പോഴാ ഇത്തിരി മേന. അത് വെച്ചേ, ഇനി അത് അഴിച്ചു കളയാൻ പോവുക. അപ്പൊ അമ്മണി പറഞ്ഞു വരുന്നത് ഇത് വെച്ച് എന്നെ കാണാൻ ആവുന്നാഴിയില്ല മമ്മൂട്ടിയെ പോലെ ഉണ്ടെന്നല്ലയോടി? പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം പെണ്ണുമ്പോൾ ഞാൻ അങ്ങനെ അല്ല പോവണ്ടേ? നടക്ക്. ജോലിഷൻ 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 താനാണോ ജോലിഷൻ? നാമിന്റെ ഈ വേഷം കണ്ടിട്ടും ഈ ശൈലി കണ്ടിട്ടും മനസ്സിലാകണില്ലേ നാം തന്നെയാണ് ജ്യോതിഷൻ. താനിരിക്കണില്ലേ? എനിക്ക് സോഡിയം കുറവാ. അതിന് പീരിയോഡിക് ടേബിളിന്റെ മണ്ടയ്ക്കല്ല നാം ഇരിക്കാൻ പറഞ്ഞത്, സോഫയിലല്ലേ, അങ്ങോട്ട് ഇരിക്കുക. അമ്മിനി കുറ്റി, പീപ്പക്കുറ്റി, മരക്കുറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്ത് കുറ്റി? അതല്ല അമ്മിനിക്കുട്ടി പറയണോ ഇരിക്കാൻ, കാരണം അമ്മിനിക്കുട്ടി എന്റെ സ്കിബിഡിയാ. ഇത് നാമിന്റെ കവിടിയാ. താൻ അവിടെ ഇരിക്കുക. ശശി മണി കയ്യ് ആട്ടെ, പ്രശ്നം പറയാ. പ്രശ്നം ആട്ടയ്ക്കല്ല റവയ്ക്ക. അമ്മിണി ഒരു ഉപ്പുമാവ് ഉണ്ടാക്കും. അതൊന്നും ഇപ്പൊ പറയണ്ട. കാടിയാണോ പശയാണോന്ന് തമ്പുരാനറിയും. ഞാൻ അത് കലക്കി തൊഴുത്ത് നിൽക്കുന്ന പശുവിന് കൊണ്ട് കൊടുത്തപ്പം കുടിച്ചതിന് ശേഷം പശുവൊക്കെ എന്നെ ഒരു നോട്ടം. മിണ്ടാപ്രാണികളല്ലേ ഞങ്ങള്, ഞങ്ങൾക്ക് വല്ലതും പറയാൻ പറ്റുമോ? തന്റെ ആമാശയത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ശിവകാശിയിലെ പടക്കക്കട പോലെ ആയിട്ടുണ്ട്. നൊരയും പതയും വല്ലതും വരണുണ്ടോ? കൊറേ നേരം തീരെടുത്തു പോയി നിക്കാമെങ്കിൽ ചെവിന്നും മൂക്കിന്നും വായിന്നും ഒക്കെ കുമിള വന്ന് പൊട്ടും. ആട്ടെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വന്ന കാര്യം എന്താന്ന് വെച്ചാ അങ്ങ് പറയാ. അമ്മിണിക്കുട്ടിയെ കണ്ടില്ലേ? അതാണോ തന്റെ പ്രശ്നം? അമ്മിണിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് 10 പേര് കൂടുന്നിടത്ത് ശശി നീ മിണ്ടരുത്. അപ്പൊ വീട്ടിലോ? നിശബ്ദം. പ്രശ്നം ഞാൻ പറയാം. സുന്ദരിയായ സിൽമാ നടിനെ പോലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചതിന് ശേഷം ഇയാൾ ഇങ്ങനെയാ പെരുമാറുന്നേ. അമ്പട കേമാ ശശികുട്ട, താൻ 2 കെട്ടിയിട്ടുണ്ടല്ലേ? അപ്പൊ തന്റെ സുന്ദരിയായിട്ടുള്ള മറ്റേ ഭാര്യ എവിടെ? ആ പെണ്ണുമ്പോൾ അവരുടെ കാര്യമായി പറയുന്നേ. ചുട്ടെടുത്ത സണ്ണി ലിയോൺ ആണെന്ന് അവരുടെ വിചാരം. ശശി ഇനി എന്ത് പ്രശ്നമാണെങ്കിലും നാമിന്റെ ഈ കവടിയിൽ തെളിയും. എല്ലാം കിട്ടുവോ? എല്ലാം കിട്ടും. അന്നാ ആ രമണിയുടെ ബാത്റൂം ഒന്ന് കാണിച്ചാ നോക്കട്ടെ. സെപ്റ്റിക് ടാങ്ക് കണ്ടാ മതിയാവോ?